ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം തൃതീയസ്കന്ധം 20-ാമത്തെ അധ്യായം 46-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾക്ക് ഇന്ന് നോക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ തൃതീയസ്കന്ധേ അഥ വിംശോऽധ്യായഃ. ശൗനക ഉവാച. മഹിം പ്രതിഷ്ഠാമധ്യസ്യ സൗതേ സ്വായംഭുവോ മനുഃ കാന്യന്വതിഷ്ഠദ്വാരാണി മാർഗായാവരജന്മനാം ക്ഷത്താ മഹാഭാഗവതഃ കൃഷ്ണസ്യൈകാന്തികസുഹൃദ് യസ്തത്യാജാഗ്രജം കൃഷ്ണേ സാപത്യമഖവാൻ ഇതി ദ്വൈപായനാദനവരോ മഹിത്വേ തസ്യ ദേഹജഃ സർവാത്മനാശ്രിതകൃഷ്ണം തൽപരാംശ്ചാപ്യനുവ്രതഃ കിമന്വപൃച്ഛന്മൈത്രേയം വിരജാസ്തീർത്ഥസേവയാ ഉപഗമ്യ കുശാവർത്ത ആസീനം തത്വവിത്തമം തയോഃ സംവദതോഃ സൂതാ പ്രവൃത്താ ഹ്യമലാഃ കഥാഃ ആപോ ഗാംഗാ ഇവാഘഗ്നിർ ഹരേഃ പാദാംബുജാശ്രയാഃ താ ന കീർത്തയ ഭദ്രം തേ കീർത്തന്യോദാരകർമ്മണഃ രസജ്ഞഃ കോ नु തൃപ്യേത ഹരിലീലാമൃതം പിബൻ. ഏവം ഉഗ്രശ്രവാഃ പൃഷ്ട ഋഷിഭിർനൈമിഷായനൈഃ ഭഗവത്യർപ്പിതാധ്യാത്മസ്ഥാനാഃ ശ്രൂയതാം ഇതി. സൂത ഉവാച. ഹരേർധൃതക്രോഡതനോഃ സ്വമായയാ നിശമ്യ ഗോരുദ്ധരണം രസാദലാദ് ലീലാം ഹിരണ്യാക്ഷമവജ്ഞയാ ഹതം സംജാത ഹർഷോ മുനിമാഹ ഭാരതഃ. വിദുര ഉവാച. പ്രജാപതിപതി സൃഷ്ട്വാ പ്രജാസർഗേ പ്രജാപതിൻ കിമാരഭത മേ ബ്രഹ്മൻ പ്രബ്രൂഹ്യവ്യക്തമാർഗവിത്. യേ മരീച്യാദയോ വിപ്രാ യസ്തു സ്വായംഭുവോ മനുഃ തേ വൈ ബ്രഹ്മണ ആദേശാത് കഥമേതമഭാവയൻ. സദ്വിതീയാഃ കിമസൃജൻ സ്വതന്ത്രാ ഉത കർമ്മസു ആഹോസ്വിത് സംഹതാഃ സർവ ഇദം സ്മ സമകൽപ്പയൻ. മൈത്രേയ ഉവാച. ദൈവേന ദുർവിതർക്യേണ പരേണാ നിമിഷേണ ച ജാതക്ഷോഭാത് ഭഗവതോ മഹാനാസീത് ഗുണത്രയാത് രജപ്രധാനാൻ മഹദസ്ത്രിലിംഗോ ദൈവചോദിതാത് ജാതസ്സസർജഭൂതാദിർ വിയദാദീനി പഞ്ചശഃ. താനി ചൈകൈകശ സ്രഷ്ടും അസമർത്ഥാനി ഭൗതികം സംഹത്യ ദൈവയോഗേന ഹൈമമണ്ഡമവാസൃജത്. സോശൈഷ്ടാബ്ധിസലിലേ ആണ്ഡകോശോ നിരാത്മകഃ സാഗ്രം വൈ വർഷസാഹസ്രം അന്വവാൽസീൽ തമീശ്വരഃ. തസ്യ നാഭേരഭൂത്പത്മം സഹസ്രാർക്കോരുദീധിതി സർവജീവനികായൗകോ യത്ര സ്വയമഭൂത് സ്വരാട്. സോനുവിഷ്ടോ ഭഗവതാ യശ്യേതേ സലിലാശയേ ലോകസംസ്ഥാം യഥാ പൂർവം നിർമ്മമേ സംസ്ഥയാ സ്വയാ. സസർജഛായയാ വിദ്യം പഞ്ചപർവാണമഗ്രതഃ താമിശ്രമന്ധതാമിശ്രം തമോ മോഹോ മഹാതമഃ. വിസസർജാത്മനഃകായം നാഭിനന്ദം സ്തമോമയം ജഗൃഹുര്യക്ഷരക്ഷാംസി രാത്രിം ക്ഷുത്രിസമുദ്ഭവാം. ക്ഷുത്രിഭ്യാം ഉപസൃഷ്ടാസ്തേ തം ജഗ്ധും അഭിദുദ്രുവുഃ മാ രക്ഷതൈനം ജക്ഷധ്വം ഇത്യൂജുഃ ക്ഷുത്രിടാർദിതാഃ. ദേവസ്ഥാനാഃ സംവിഘ്നോ മാം ജക്ഷത രക്ഷത അഹോ മേ യക്ഷരക്ഷാംസി പ്രജായൂയം ബഭൂവിഥ. ദേവതാഃ പ്രഭയാ യാ ദിവ്യൻ പ്രമുഖതോ സൃജത് തേ ആഹാശ്രുർദേവയന്തോ വിസൃഷ്ടാം താം പ്രഭാമഹഃ. ദേവോ ദേവാൻ ജഘനതഃ സൃജതി സ്മാതിലോലുപാൻ തയേനം ലോലുപതയാ മൈഥുനായാഭിപേദിരേ. തതോ ഹസൻ സ ഭഗവാൻ അസുരൈർനിരപത്രപൈഃ അന്വീയമാനസ്തരസാ ക്രുദ്ധോ ഭീതഃ പരാപതത്. സ ഉപവ്രജ്യ വരദം പ്രപന്നാർത്തിഹരം ഹരിം അനുഗ്രഹായ ഭക്താനാം അനുരൂപാത്മദർശനം. പാഹി മാം പരമാത്മംസ്തേ പ്രേഷണേനാസൃജം പ്രജാഃ താ ഇമായഭിതും പാപാ ഉപാക്രാമന്തി മാം പ്രഭോ. ത്വമേകഃ കില ലോകാനാം ക്ലിഷ്ടാനാം ക്ലേശനാശനഃ ത്വമേകഃ ക്ലേശദസ്തേഷാം അനാസന്നപദാം തവ. സോവധാര്യാസ്യ കാർപ്പണ്യം വിവിക്താധ്യാത്മദർശനഃ വിമുഞ്ചാത്മതനും ഘോരാം ഇത്യുക്തോ വിമുമോചഃ.
താം ഗുണച്ചരണാംഭോജാം മദവിഹ്വലലോചനാം കാഞ്ചീകലാപവിലസദ്ദുകൂലച്ഛന്നരോധസം അന്യോന്യശ്ലേഷയോത്തുംഗ നിരന്തരപയോധരാം സുനാസാം സുദ്വിജാം സ്നിഗ്ധഹാസലീലാവലോകനാം ഗൂഹന്തീം പ്രീഡയാത്മാനം നീലാളകവരൂധിനീം ഉപലഭ്യാസുരാധർമ്മ സർവേ സമ്മുമുഹു സ്ത്രിയാ അഹോ രൂപമഹോ ധൈര്യമഹോ അസ്യാ നവം വയഃ മധ്യേ കാമയമാനാനാം അകാമേവ വിസർപ്പതി വിതർക്കയന്തോ ബഹുധാ താം സന്ധ്യാം പ്രമദാകൃതിം അഭിസംഭാവ്യ വിസ്രംഭാത് പര്യപൃച്ഛത് കുമേധസഃ കാസിക്കസ്യാസിരംഭോരു കോ വാർത്ഥസ്തേത്ര ഭാമിനി രൂപദ്രവിണപണ്യേന ദുർഭഗാന്നോ വിബാധസേ യാ വാ കാചിത്വബലേ ദിഷ്ട്യാ സന്ദർശനം തവ ഉത്സുനോഷീക്ഷമാണാനാം കന്തുകക്രീഡയാ മനഃ നൈകത്ര തേ ജയതിശാലിനി പാദപത്മം ഘ്നന്ദ്യാമുഹു കരതലേന പതത്പദംഗം മധ്യം വിഷീദതി ബൃഹത്സ്തനഭാരഭീതം ശാന്തേവ ദൃഷ്ടിരമലാ സുശിഖാ സമൂഹഃ ഇതി സായന്തനീം സന്ധ്യാം അസുരാः പ്രമദായതീം പ്രലോഭയന്തീം ജഗൃഹുർ മത്വാ മൂഢധിയഃ സ്ത്രിയം പ്രഹസ്യ ഭാവഗംഭീരം ജിഘ്നന്ത്യാത്മാനമാത്മനാ കാന്ത്യാ സസർജ ഭഗവാൻ ഗന്ധർവാപ്സരസാം ഗണാൻ വിസസർജ തനും താം വൈ ജ്യോത്സ്നാം കാന്തിമതീം പ്രിയാം തയേവ ചാദദു പ്രീത്യാ വിശ്വാവസു പുരോഗമാഃ സൃഷ്ട്വാ ഭൂതപിശാചാംശ്ച ഭഗവാൻ ആത്മതന്ത്രിണാ ദിഗ്വാസസോ മുക്തകേശാൻ വീക്ഷ്യ ചാമീലയൽദൃശൗ ജഗൃഹുസ്തദ്വിസൃഷ്ടാം താം ജൃംഭണാഖ്യാം തനും പ്രഭോ നിദ്രാമിന്ദ്രിയവിക്ലേദോ യയാ ഭൂതേഷു ദൃശ്യത്തെ യേനോച്ഛിഷ്ടാൻ ധർഷയന്തി തമുന്മാദം പ്രജക്ഷത്തെ ഊർജസ്വന്തം മന്യമാന ആത്മാനം ഭഗവാൻ അജഃ സാധ്യാൻ ഗണാൻ പിതൃഗണാൻ പരോക്ഷേണാസൃജത് പ്രഭുഃ ത ആത്മസർഗം തം കായം പിതരപ്രതിപേദിരേ സാധ്യേഭ്യശ്ച പിതൃഭ്യശ്ച കവയോ യദ്വിതന്വതേ സിദ്ധാൻ വിദ്യാധരാംശ്ചൈവ തിരോധാനേന സോസൃജത് തേഭ്യോ ദദാത്തമാത്മാനമന്തർധാനാഖ്യം അന്തർധാനാഖ്യമദ്ഭുതം സ കിന്നരാൻ കിം പുരുഷാൻ പ്രത്യാത്മ്യേനാസൃജത് പ്രഭുഃ മാനയന്നാത്മനാത്മാനം ആത്മാഭാസം വിലോകയൻ തേ തു ജഗൃഹൂരൂപം ത്യക്തം യത് പരമേഷ്ഠിനാ മിഥുനീഭൂയ ഗായന്ത സ്തമേവോഷസി കർമ്മഭിः ദേഹേന വൈ 47ാമത്തെ ശ്ലോകം അതൊട്ടാണ് എടുക്കാനുള്ളത്. ദേഹേന വൈ ഭോഗവതാശയാനോ ബഹുചിന്തയാ സർഗേനുപചിതേ ക്രോധാത് ഉത്സസർജഃ തദ്വപുഃ ദേഹേന വൈ ഭോഗവതാ ശയാനോ ബഹുചിന്തയാ സർഗേനുപചിതേ ക്രോധാത് ഉത്സസർജഃ തദ്വപുഃ. സൃഷ്ടികർമ്മം സർഗേ അനുപചിതേ അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടിയിട്ട് ക്രോധാത് കോപത്താൽ കോപം കൊണ്ട് ബഹുചിന്തയാ പല ചിന്തകളോടും കൂടിയിട്ട് ഭോഗവത വിടർന്ന ശരീരത്തോടെ കിടന്നും കൊണ്ട് തന്നെ ആ ദേഹവും അവിടെ ആ ബ്രഹ്മാവ് ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. സൃഷ്ടികർമ്മം അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ കോപം കൊണ്ട് അതിങ്ങനെ ഭയങ്കരമായിട്ട് ചെയ്യണം എന്നുള്ള ആ കോപാവേശത്താൽ പല ചിന്തകളോടും കൂടിയിട്ട് ഭോഗവത ആ വിടർന്ന ആ ശരീരത്തോടു കൂടിയിട്ട് അവിടെ കടന്നുകൊണ്ട് തന്നെ ആ തൻ്റെ സ്വന്തം ദേഹത്തെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് പറയുന്നത്. പതിനെട്ട പദങ്ങളെ സർഗേ സൃഷ്ടികർമ്മം, അനുപചിതേ അഭിവൃദ്ധിപ്പെടാത്തതിനാലുള്ള ക്രോധാ കോപത്താൽ, അത് അഭിവൃദ്ധിപ്പെടാത്തതുകൊണ്ട് അതാണ് അനുപചിതേ അഭിവൃദ്ധിപ്പെടാത്തതിനാൽ ഉള്ള ആ ക്രോധത്താൽ കോപത്താൽ ബഹുചിന്തയാ പല ചിന്തകളോടും കൂടിയിട്ട് ഭോഗവത വിടർന്ന ദേഹേന അശരീരത്തോടെ ശയാനഹ വൈ കിടന്നുകൊണ്ട് തന്നെ തദ്വപുഹു ആ ദേഹവും ഉത്സസർജഹ ഉപേക്ഷിച്ചു പോൽ. അപ്പോൾ ഇവിടെ അന്വയം വരുന്നത് സർഗേ അനുപചിതേ ക്രോധാത് ബഹുചിന്തയാ ഭോഗവതാ ദേഹേന ശയാനഹ വൈ തദ്വപുഹു ഉത്സസർജഹ. എന്നുകൂടി പറയാം. സർഗേ അനുപചിതേ ക്രോധാത് ബഹുചിന്തയാ
ഭോഗവതാ ദേഹേന ശയാനഃ വൈ തദ്വപുഃ ഉത്സസർജഃ. അതായത് ആ സൃഷ്ടികർമ്മം അഭിവൃദ്ധിപ്പെടാത്തതിനാലുള്ള ക്രോധം കൊണ്ട്, കോപത്താൽ പല ചിന്തകളോടും കൂടിയിട്ട് ആ വിടർന്ന ശരീരത്തോടെ കിടന്നുകൊണ്ട് തന്നെ ആ ദേഹവും ആ ബ്രഹ്മാവ് ഉപേക്ഷിച്ചുപോൽ. സൃഷ്ടികർമ്മം അഭിവൃദ്ധിപ്പെടാത്തതിനാലുള്ള കോപത്താൽ പല ചിന്തകളോടും കൂടി വിടർന്ന ശരീരത്തോടെ കിടന്നുകൊണ്ട് തന്നെ ആ സ്വന്തം ദേഹവും ആ ബ്രഹ്മാവ് അവിടെ ഉപേക്ഷിച്ചു. ബ്രഹ്മാവ് ഉപേക്ഷിച്ച ആ രൂപം എന്നിട്ടും ആ സൃഷ്ടി വർദ്ധിക്കാതിരുന്നപ്പോൾ ആ കൈകാലുകൾ പരത്തി ചിന്താവിഷ്ടനായിട്ട് കിടന്ന് കോപത്താൽ അദ്ദേഹം ആ ദേഹവും ഉപേക്ഷിച്ചു. അതുവരെ ഉണ്ടായിരുന്ന ആ ദേഹം പോലും അദ്ദേഹം അവിടെ ഉപേക്ഷിച്ചു. അപ്പോൾ ഇവിടെ ആ ബ്രഹ്മാവിനാൽ ഉപേക്ഷിക്കപ്പെട്ട മുമ്പത്തെ അതെ ബ്രഹ്മാവ് എപ്പോൾ തൻ്റെ പ്രവൃത്തി സഫലമായി എന്ന ഭാവത്താൽ കൃതകൃത്യനെന്ന ആത്മാവിനെക്കുറിച്ച് അഭിമാനിച്ചുവോ അപ്പോൾ ആ ഭാവരൂപമായ ഉപാദാനദ്രവ്യത്തെ കൊണ്ട് തന്നെ ലോകങ്ങളെ, അതിൻ്റെ മുമ്പ് ആണ് അത്. എന്താ പറഞ്ഞിരിക്കണേ? എന്താണ് ദേഹേന വൈ ഭോഗവതാശയാനോ ബഹുചിന്തയാ സർഗേനുപജിതേ ക്രോധാത് ഉത്സസർജഃ തദ്വപുഃ. കിംപുരുഷന്മാരെയും കിന്നരന്മാരെയും ഒക്കെ ഉണ്ടാക്കി സുഖാനുഭവത്തിന് ഉചിതമായിരിക്കുന്ന സ്ഥൂലദേഹത്തോട് കൂടിയിട്ട് ആ ബ്രഹ്മാവ് കിടന്നുകൊണ്ട് താൻ നടത്തുന്ന ആ സൃഷ്ടിവ്യാപാരം ഏതു വിധമായാൽ അഭിവൃദ്ധിയെ പ്രാപിക്കും എന്നിങ്ങനെ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ അഭിവൃദ്ധിപ്പെടാത്തത് ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് ക്രോധമുണ്ടായി. ഉടനെ ആ ക്രോധാത്മകമായിട്ടുള്ള രൂപത്തെയും അദ്ദേഹം അവിടെ വെടിഞ്ഞു. ഇതിൽ പറയണം. അപ്പോൾ നമുക്ക് അതിലത്തെ ആ വ്യാഖ്യാനം നമുക്ക് നോക്കാം. ബഹുചിന്തയാ ശയനോ ബ്രഹ്മ. പല ചിന്തകളെ കൊണ്ടും ആ കിടന്നുകൊണ്ട് ആ ബ്രഹ്മാവ് ക്രോധാത് തൻ്റെ ക്രോധം വപുരുത്സസർജ ആ ക്രോധം പുറത്തേക്ക് വന്നു. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ബഹുചിന്തയാ ശയാനോ ബ്രഹ്മ ക്രോധാത് വപുരുത്സസർജ. ആ തൻ്റെ ശരീരത്തെ, ആ ക്രോധം കൊണ്ടുണ്ടായിട്ടുള്ള ആ ശരീരത്തെയും ആ ബ്രഹ്മാവ് അവിടെ ഉപേക്ഷിച്ചു. ബഹുചിന്തയാ ശയാനോ ബ്രഹ്മ ക്രോധാത് വപുരുത്സസർജ. ഇപ്പം അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. യേഹീയന്താമുദഃ ക്ലേശ അഹയസ്ത്വംഗജനിരേ സർപ്പാഃ പ്രസർപ്പതക്രൂരാ നാഗാ ഭോഗാരുകന്ധരാ. യേഹീയന്താമുദഃ അഹയസ്തേംഗജനിരേ സർപ്പാഃ പ്രസർപ്പതക്രൂരാ നാഗാ ഭോഗാരുകന്ധരാ. അല്ലയോ പ്രിയപ്പെട്ടവനെ, ആ ബ്രഹ്മാവിൻ്റെ ആ അഴിഞ്ഞുകിടക്കുന്ന തലമുടി നാരുകൾ ആ ശരീരത്തിൽ നിന്നും അഹീയന്ത കൊഴിഞ്ഞു വീണുവോ എന്ന് തോന്നുന്ന പോലെ പാമ്പ് വീണ ആ തലമുടി ഇതൊക്കെ പാമ്പുകളായിട്ട് മാറി. നിരേ ജനിച്ചു. പ്രസർപ്പണം ചെയ്യുന്ന ആ ശരീരത്തിൽ നിന്നും ഉടലെടുത്തിരിക്കുന്ന സർപ്പജാതികൾ, നാഗങ്ങളൊക്കെ ഉണ്ടായി. ക്രൂരാഹ കോപസ്വഭാവികളും ഭോഗോരുകന്ധരാ പണം കൊണ്ട് തടിച്ചു കൊഴുത്തവരും ആയിട്ട് അങ്ങനെ നാഗങ്ങൾ ആ ബ്രഹ്മാവിൻ്റെ തലമുടിയിൽ നിന്നും ഉണ്ടായി എന്നാണ് പറയണത്. അപ്പോൾ അതിൻ്റെ പദങ്ങൾ നോക്കാം. ഹേ അംഗ, അലയോ പ്രിയപ്പെട്ടവനെ. ഏ കേശാഹ, ഏതു തലമുടി നാരുകൾ.
അമുതഹ ഈ ശരീരത്തിൽ നിന്നും അഹീയന്ത കൊഴിഞ്ഞു വീണുവോ ഏഹീയന്താമുദക്കേശ കൊഴിഞ്ഞു വീണുവോ തേ അവ അഹയഹ അഹയഹസ്തേംഗ പാമ്പുകളായിട്ട് ജനിച്ചു പാമ്പുകളായിട്ട് ജനിച്ചു പ്രസർപ്പതഃ പ്രസർപ്പണം ചെയ്യുന്ന ശരീരത്തിൽ നിന്നും ഉടലെടുത്താന്നർത്ഥം പ്രസർപ്പണം ചെയ്യുന്ന ശരീരത്തിൽ നിന്നും ഉടലെടുത്താന്നർത്ഥം ഉടലെടുത്ത ആ സർപ്പജാതികൾ നാഗാഹ നാഗങ്ങളാണ് സർപ്പാഹ നാഗങ്ങളാണ് ക്രൂരാഹ അവ കോപ സ്വഭാവികളും ഭോഗോരുകന്ധരാഹ പണം കൊണ്ട് തടിച്ച കൊഴുത്ത കഴുത്തോടു കൂടിയവരും തടിച്ച കഴുത്തോടു കൂടിയവരുമാണ് എന്നുകൂടി പറയാം ഹേ അംഗ അലയോ പ്രിയപ്പെട്ടവനെ ഏ കേശാഹ ഏതു തലമുടി നാരുകൾ അമുതഹ ഈ ശരീരത്തിൽ നിന്നും അഹീയന്ത കൊഴിഞ്ഞു വീണുവോ തേ അവ അഹയഹ പാമ്പുകളായി ജനിച്ചു പ്രസർപ്പതഃ പ്രസർപ്പണം ചെയ്യുന്ന ശരീരത്തിൽ നിന്നും ഉടലെടുത്ത സർപ്പാഹ സർപ്പജാതികൾ നാഗാഹ നാഗങ്ങളാണ് ക്രൂരാഹ അവ കോപസ്വഭാവികളും ഭോഗോരുകന്ധരാഹ പണം കൊണ്ട് തടിച്ച കഴുത്തോടു കൂടിയവരുമാണ് അതിലത്തെ അന്വയം ഹേ അംഗ യേ കേശാഹ അമുതഃ അഹീയന്ത തേ അഹയഹ ജനിരേ പ്രസർപ്പതഃ സർപ്പാഹ നാഗാഹ ക്രൂരാഹ ഭോഗോരുകന്ധരാഹ എന്നുകൂടി പറയാം ഹേ അംഗ യേ കേശാഹ അമുതഃ അഹീയന്ത തേ അഹയഹ ജനിരേ പ്രസർപ്പതഃ സർപ്പാഹ നാഗാഹ ക്രൂരാഹ ഭോഗോരുകന്ധരാഹ അതായത് അല്ലയോ പ്രിയപ്പെട്ടവനെ ഏത് തലമുടി നാരുകൾ ഈ ശരീരത്തിൽ നിന്നും കൊഴിഞ്ഞു വീണുവോ അവ പാമ്പുകളായി ജനിച്ചു പ്രസർപ്പണം ചെയ്യുന്ന ശരീരത്തിൽ നിന്നും ഉടലെടുത്ത ആ സർപ്പജാതികൾ നാഗങ്ങളാണ് അവ കോപസ്വഭാവികളും പണം കൊണ്ട് തടിച്ച കഴുത്തോട് കൂടിയവരുമാണ് എന്നുകൂടി പറയാം അല്ലയോ പ്രിയപ്പെട്ടവനെ ഏത് ആ തലമുടി നാരുകൾ ഈ ശരീരത്തിൽ നിന്നും കൊഴിഞ്ഞു വീണുവോ അവ പാമ്പുകളായിട്ട് ജനിച്ചു പ്രസർപ്പണം ചെയ്യുന്ന ശരീരത്തിൽ നിന്നും ഉടലെടുത്ത ആ സർപ്പജാതികൾ നാഗങ്ങളാണ് അവ കോപസ്വഭാവികളും പണം കൊണ്ട് തടിച്ച കഴുത്തോട് കൂടിയവരുമാണ് അംഗ ശരീരത്തിൽ നിന്നും കൊഴിഞ്ഞ കേശങ്ങൾ സർപ്പങ്ങളായി തീർന്നു പാദാദികളുടെ പ്രവർത്തനത്തിൽ കൂടി ചലിക്കുന്ന ഈ ശരീരത്തിൽ നിന്നും ക്രൂരങ്ങളും അതിവേഗമുള്ളവയും നീണ്ട കഴുത്തോടു കൂടിയവയുമായ സർപ്പങ്ങളും ഉണ്ടായി അപ്പോൾ ബ്രഹ്മാവിൻ്റെ അഴിഞ്ഞു കിടന്നിരുന്ന തലമുടിയിൽ നിന്നും അഹികൾ പാമ്പുകൾ ഉണ്ടായി അങ്ങുമിങ്ങും എടുത്തെറിഞ്ഞ് ചലിപ്പിച്ച് കൈകാൽ മുതലായ അവയവങ്ങളിൽ നിന്നും ക്രൂരങ്ങളും വേഗത്തിൽ പായുന്നവയും പടമുള്ളവയും മഹത്തായ തലയുള്ളവയുമായ സർപ്പങ്ങളുണ്ടായി അഹികൾ സർപ്പങ്ങൾ നാഗങ്ങൾ എന്നിവ സർപ്പജാതി വിശേഷങ്ങൾ ആകുന്നു. അപ്പോഴത്തെ ആ വ്യാഖ്യാനം നോക്കാം നമുക്ക്. തദാ ദേഹാത് യേ കേശാഹ, അങ്ങനെ ആ ദേഹത്തിൽ നിന്നും വിരിഞ്ഞ ആ കേശത്തിൽ ഗളിതാസ്തേഹയ, അതിൽ നിന്നും ആ പാമ്പുകൾ ഉണ്ടായത്. പാദാദ് അകുഞ്ചനതഃ, ആ പാദങ്ങളിൽ നിന്നുമൊക്കെ സർപ്പങ്ങൾ, സർപ്പാഹ നാഗാഹ ജാതാഹ, സർപ്പങ്ങളും നാഗങ്ങളും ഒക്കെ ഉണ്ടായി എന്നർത്ഥം. അപ്പോൾ തദാ ദേഹാത് യേ കേശാഹ, ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള കേശത്തിൽ നിന്നും ഗളിതാസ്തേഹയ, അതിൽ നിന്നും പാമ്പുകൾ ഉണ്ടായി. പാദാദ്യകുഞ്ചനതഃ, ആ ഇങ്ങനെ കൈകാലുകൾ തെറിപ്പിച്ച് കിടക്കുന്ന കൈകാലുകളിൽ നിന്നും സർപ്പാഹ നാഗാം ജാതാഹ, സർപ്പാഹ നാഗാം സർപ്പങ്ങളും നാഗങ്ങളും ഉണ്ടായി എന്നുള്ളതാണ് അതിലെ ആ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇനി 49-ാമത്തെ ശ്ലോകം. സ ആത്മാനം മന്യമാനഃ കൃതകൃത്യൈവാത്മഭൂതജാമനുൻ സസർജാന്തെ മനസാ ലോകഭാവനാൻ. സ ആത്മാനം മന്യമാനഃ കൃതകൃത്യൈവാത്മഭൂഃ തജാമനൂൻ സസർജാന്തെ മനസാ ലോകഭാവനാൻ. അപ്പം അങ്ങനെ ആ ബ്രഹ്മാവ് സ ആത്മാനം, ആത്മഭൂ, ആ ബ്രഹ്മാവ് ആ സ്വന്തം ആത്മാവിൽ കൃതകൃത്യനായിട്ട് തന്നെ
ആലോചിച്ചുകൊണ്ട് കൃതാർത്ഥൻ എന്ന് നടിച്ചിട്ട് മന്യമാഹന ചിന്തിച്ചുകൊണ്ട് അന്തേ ഒടുവിൽ മനസ്സിൽ നിന്നും ആ മനസ്സിൻ്റെ ഭാവം കൊണ്ട് ലോകഭാവനാൻ ആ ലോകപാലനത്തിൻ്റെ പ്രാപ്തരായിട്ടുള്ള മനുക്കളെ തജ അപ്പോൾ സസർജ സൃഷ്ടിച്ചു, മനുക്കളെ അവിടെ സൃഷ്ടിച്ചു എന്നർത്ഥം. അപ്പോൾ അതിലത്തെ പദങ്ങൾ നോക്കാം. സ ആത്മഭൂ ആ ബ്രഹ്മാവ് ആത്മാനം കൃതകൃത്യ ഇവ തന്നെക്കുറിച്ച് കൃതാർത്ഥനെന്ന് മന്യമാനഃ ചിന്തിച്ചുകൊണ്ട് അന്തേ ഒടുവിൽ മനസാ ആ മനോഭാവം കൊണ്ട് ലോകഭാവനാൻ ലോകപാലനത്തിൻ്റെ പ്രാപ്തരായ മനുക്കളെ തജ അപ്പോൾ തന്നെ അവിടെ സസർജ സൃഷ്ടിച്ചു. എന്നുകൂടി പറയാം. സഹ ആത്മഭൂഹു ആ ബ്രഹ്മാവ് സ ആത്മാനം മന്യമാനഃ ആ ബ്രഹ്മാവ് ആത്മാനം കൃതകൃത്യനായിട്ട് ഭാവിച്ച് മന്യമാനഃ കൃതകൃത്യ ഇവാത്മഭൂഹു തന്നെക്കുറിച്ച് ആ കൃതകൃത്യനെന്ന് മാനിച്ചെന്നർത്ഥം. മന്യമാനഃ ചിന്തിച്ചുകൊണ്ട് അന്തേ ഒടുവിൽ തഥാ മനൂൻ സസർജ അന്തേ ആ മനുക്കളെ സൃഷ്ടിച്ചു എന്ന്. ഇപ്രകാരം മനുക്കളെ സൃഷ്ടിച്ചു. എങ്ങനെ? മനസ്സുകൊണ്ട് ആ ലോകഭാവനായിട്ട് അന്തേ ഒടുവിൽ മനസാ മനോഭാവം കൊണ്ട് ലോകഭാവനാൻ ലോകപാലനത്തിന് പ്രാപ്തരായ മനുക്കളെ തഥാ അപ്പോൾ സസർജ സൃഷ്ടിച്ചു. എന്നുകൂടി പറയാം. സഹ ആത്മഭൂഹു ആ ബ്രഹ്മാവ് ആത്മാനം കൃതകൃത്യ ഇവ തന്നെക്കുറിച്ച് കൃതാർത്ഥനെന്ന് മന്യമാനഃ ചിന്തിച്ചുകൊണ്ട് തന്നെക്കുറിച്ച് കൃതാർത്ഥനെന്ന് ചിന്തിച്ചുകൊണ്ട് അന്തേ ഒടുവിൽ മനസ്സുകൊണ്ട് മനോഭാവം കൊണ്ട് ലോകഭാവനാൻ ലോകപാലനത്തിന് പ്രാപ്തരായിരിക്കുന്ന മനുക്കളെ തഥാ അപ്പോൾ തന്നെ അവിടെ സൃഷ്ടിച്ചു എന്നർത്ഥം. അപ്പം അതിലത്തെ അന്വയം സ ആത്മഭൂഹു ആത്മാനം കൃതകൃത്യ ഇവ മന്യമാനഃ അന്തേ മനസാ ലോകഭാവനാൻ മനൂൻ തഥാ സസർജ. എന്നൂടി പറയാം. സഹ ആത്മഭൂ ആത്മാനം കൃതകൃത്യ ഇവ മന്യമാനഃ അന്തേ മനസാ ലോകഭാവനാൻ മനൂൻ തഥാ സസർജ. അതിലത്തെ അർത്ഥം വരുന്നത് ആ ബ്രഹ്മാവ് തന്നെക്കുറിച്ച് കൃതാർത്ഥനെന്ന് ചിന്തിച്ചുകൊണ്ട് ഒടുവിൽ ആ മനോഭാവം കൊണ്ട് ലോകപാലനത്തിൻ്റെ പ്രാപ്തരായിരിക്കുന്ന മനുക്കളെ അപ്പോൾ തന്നെ സൃഷ്ടിച്ചു. സ ആത്മാനം മന്യമാനഃ കൃതകൃത്യൈവാത്മഭൂ തഥാ മനൂൻ സസർജാന്തേ മനസാ ലോകഭാവനാൻ ആ ബ്രഹ്മാവ് തന്നെക്കുറിച്ച് കൃതാർത്ഥനെന്ന് ചിന്തിച്ചുകൊണ്ട് ഒടുവിൽ ആ മനോഭാവം കൊണ്ട് ലോകപാലനത്തിന് പ്രാപ്തരായിട്ടുള്ള മനുക്കളെ അപ്പോൾ തന്നെ അവിടെ സൃഷ്ടിച്ചു. ശരീരത്തിൽ നിന്നും അദ്ദേഹം കൃതകൃത്യനായെന്ന് കരുതി ആ ഘട്ടത്തിൽ ലോകസൃഷ്ടികർത്താക്കളായിരിക്കുന്ന മനുക്കളെ ആ മനസ്സുകൊണ്ട് സൃഷ്ടിച്ചു. ആ ബ്രഹ്മാവ് എപ്പോൾ തൻ്റെ പ്രവൃത്തി സഫലമായി എന്ന ഭാവത്താൽ ആ കൃതകൃത്യനെന്ന് ആത്മാവിനെക്കുറിച്ച് അഭിമാനിച്ചുവോ അപ്പോൾ ആ ഭാവരൂപമായിരിക്കുന്ന ഉപാദാന ദ്രവ്യത്തെ കൊണ്ട് തന്നെ ലോകങ്ങളെ ധർമാദിപ്രവർത്തനദ്വാര പാലിപ്പാൻ പ്രാപ്തരായിരിക്കുന്ന മനുക്കളെ ഒടുവിൽ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം അതിൻ്റെ വ്യാഖ്യാനം അഥ ബഹ്വൈകദാത്മാനം ബ്രഹ്മൈകദാത്മാനം ആ ബ്രഹ്മാവിൻ്റെതായിരിക്കുന്ന ബ്രഹ്മാവ് തൻ്റെ ആത്മാവിൽ കൃതകൃത്യം മന്യമാനോ കൃതകൃത്യനായി ഭാവിച്ചുകൊണ്ട് മനസ്സുകൊണ്ട് മനോഭാവം കൊണ്ട് മനൂൻ സസർജ മനുക്കളെ സൃഷ്ടിച്ചു. അഥ ബ്രഹ്മൈകദാത്മാനം കൃതകൃത്യം മന്യമാനോ മനസാ മനൂൻ സസർജ. അതാണ് വ്യാഖ്യാനം. അഥ ബ്രഹ്മൈകദാത്മാനം കൃതകൃത്യം മന്യമാനോ മനസാ മനൂൻ സസർജ. അടുത്ത ശ്ലോകം തേഭ്യസോത്യസൃജത് സ്വീയം പുരം പുരുഷം ആത്മവാൻ താൻ ദൃഷ്ട്വാ യേ പുരാ സൃഷ്ടാഃ പ്രശംസു പ്രജാപതിം. 50 തേഭ്യസോത്യസൃജത് സ്വീയം പുരം പുരുഷമാത്മവാൻ താൻ ദൃഷ്ട്വാ യേ പുരാ സൃഷ്ടാഃ പ്രശംസു പ്രജാപതിം. ആ ആത്മാവിനെ അറിയുന്ന ആ ബ്രഹ്മാവ് ആത്മവാൻ ആത്മാവിനെ അറിയുന്ന സഹ ബ്രഹ്മാവ് സ്വീയം തൻ്റെ ആ പുരുഷദേഹത്തെ അവർക്ക് കൊടുത്തു.
ആർക്ക് കൊടുത്തു? ആ മനുക്കൾക്ക് തൻ്റെ പുരുഷദേഹത്തെ കൊടുത്തു. മനുക്കളെ സൃഷ്ടിച്ചു തന്നു. ആ മനുക്കൾക്ക് തൻ്റെ ദേഹത്തെ കൊടുത്തു. അവരെ കണ്ടപ്പോൾ മുമ്പ് സൃഷ്ടിക്കപ്പെട്ടവർ ആയിട്ടുള്ള ആ സൃഷ്ടിജാലങ്ങളെ, ആ ബ്രഹ്മാവിനെ പ്രശംസിച്ചു എന്നുള്ളതാണ് പറയുന്നത്. താൻ ദൃഷ്ട്വാ യേ പുരാ സൃഷ്ട, മുമ്പുണ്ടാകുന്ന സൃഷ്ടികളെ പ്രശംസു പ്രജാപതി, ആ ബ്രഹ്മദേവനെ പ്രശംസിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അതിൻ്റെ പദങ്ങൾ ആത്മവാൻ, ആത്മാവിനെ അറിയുന്ന, സഹ ആ ബ്രഹ്മാവ്, സ്വീയം തൻ്റെ, പുരുഷം പുരം ആ പുരുഷദേഹത്തെ, തേഭ്യ അവർക്ക്, അത്യസൃജത് കൊടുത്തു, താൻ ദൃഷ്ട്വ അവരെ കണ്ടപ്പോൾ, പുരാ മുമ്പ്, സൃഷ്ടാഹ യേ സൃഷ്ടിക്കപ്പെട്ടവർ, പ്രജാപതിം ആ ബ്രഹ്മാവിനെ ഇങ്ങനെ, പ്രശംസു ച പ്രശംസിക്കുകയും ചെയ്തു. ഒന്നും കൂടി പറയാം. ആത്മവാൻ ആ ആത്മാവിനെ അറിയുന്ന, സഹ ആ ബ്രഹ്മാവ്, സ്വീയം തൻ്റെ, പുരുഷം പുരം ആ പുരുഷദേഹം, തേഭ്യ അവർക്ക്, അത്യസൃജത് കൊടുത്തു, താൻ ദൃഷ്ട്വ അവരെ കണ്ടപ്പോൾ, പുരാ മുമ്പ്, സൃഷ്ടാഹ യേ സൃഷ്ടിക്കപ്പെട്ടവർ, പ്രജാപതിം ആ ബ്രഹ്മാവിനെ ഇങ്ങനെ, പ്രശംസുഹുച്ച പ്രശംസിക്കുകയും ചെയ്തു. അതിലത്തെ അന്വയം വരുന്നത് ആത്മവാൻ സഹ സ്വീയം പുരുഷം പുരം തേഭ്യ അത്യസൃജത് താൻ ദൃഷ്ട്വാ പുരാ സൃഷ്ടാഹ യേ പ്രജാപതിം പ്രശംസുഹു ച. എന്നുകൂടി പറയാം. ആത്മവാൻ സഹ സ്വീയം പുരുഷം പുരം തേഭ്യ അത്യസൃജത് താൻ ദൃഷ്ട്വാ പുരാ സൃഷ്ടാഹ യേ പ്രജാപതിം പ്രശംസുഹു ച. അതായത് ആത്മാവിനെ അറിയുന്ന ആ ബ്രഹ്മാവ് തൻ്റെ ആ പുരുഷദേഹത്തെ അവർക്ക് കൊടുത്തു. അവരെ കണ്ടപ്പോൾ മുമ്പ് സൃഷ്ടിക്കപ്പെട്ടവർ ആ ബ്രഹ്മാവിനെ ഇങ്ങനെ പ്രശംസിച്ചു. ആത്മാവിനെ അറിയുന്ന ആ ബ്രഹ്മാവ് തൻ്റെ ആ പുരുഷദേഹത്തെ അവർക്ക് കൊടുത്തു. അവരെ കണ്ടപ്പോൾ മുൻപ് സൃഷ്ടിക്കപ്പെട്ടവർ ആ ബ്രഹ്മാവിനെ ഇങ്ങനെ പ്രശംസിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പുരുഷാകാര ശരീരത്തെ അവർക്ക് കൊടുത്തു. മുമ്പ് സൃഷ്ടിക്കപ്പെട്ട സർവപ്രാണികളും ആ പുരുഷാകാരം കണ്ട് പ്രജാപതിയെ പ്രശംസിച്ചു. സകല ജീവരാശികളുടെയും സമഷ്ടി രൂപമായിരിക്കുന്ന ബ്രഹ്മാവ് അവർക്ക് മനുക്കൾക്ക് ഉത്കൃഷ്ടമായിരിക്കുന്ന തൻ്റെ രൂപത്തെ ആ പുരുഷാകൃതിയെ നൽകി. അപ്പോൾ അതിനു മുൻപേ ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട ദേവാദികളെല്ലാവരും പുരുഷാകൃതിയിലുള്ള ആ മനുക്കളെ കണ്ടിട്ട് അവരെ സൃഷ്ടിച്ച ആ ബ്രഹ്മാവിനെ സ്തുതിച്ചു. ഇതിൽ വ്യാഖ്യാനം വന്നിട്ട് തേഭ്യ സ്വാം പൗരുഷീം തനും ദദൗ, അവർക്ക് ആ മനുക്കൾക്ക് തേഭ്യ സ്വാം സ്വന്തം ആ പുരുഷമായിരിക്കും പൗരുഷീം തനും ദദൗ തൻ്റെ പുരുഷൻ്റെ ദേഹത്തെ അവർക്ക് കൊടുത്തു. തദാ തേ ബ്രഹ്മാണം പ്രശംസുഹു, അപ്പോൾ ബ്രഹ്മാവിനെ എല്ലാവരും പ്രശംസിച്ചു എന്നർത്ഥം. തദാ തേ, അതുകൊണ്ട് ആ ബ്രഹ്മാവിനെ എല്ലാവരും മനുക്കൾക്ക് ഇത് കൊടുത്തപ്പോൾ, തൻ്റെ ദേഹത്തെ കൊടുത്തപ്പോൾ എല്ലാവരും ആ ബ്രഹ്മാവിനെ പ്രശംസിച്ചു. തേഭ്യ സ്വാം പൗരുഷീം തനും ദദൗ തദാ തേ ബ്രഹ്മാണം പ്രശംസുഹു. അതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അടുത്തത് 51. അഹോ ഏതജ്ജഗത് സൃഷ്ടഃ സുകൃതം ബദതേ കൃതം പ്രതിഷ്ഠിതാഃ ക്രിയാ യസ്മിൻ സാഗമന്നമദാമഹേ. അഹോ ഏതജ്ജഗത് സൃഷ്ടഃ സുകൃതം ബദതേ കൃതം പ്രതിഷ്ഠിതാഃ ക്രിയാ യസ്മിൻ സാഗമന്നമദാമഹേ. ഹേ ജഗൽ സൃഷ്ട, അല്ലയോ ജഗൽ സൃഷ്ടാവേ, അങ്ങയാൽ ഇങ്ങനെ രചിക്കപ്പെട്ട ആ സൃഷ്ടി വളരെ സുകൃതം, നല്ല കാര്യം തന്നെ. ജഗൽ സൃഷ്ട, ലോകസൃഷ്ടാവേ, അങ്ങയാൽ ഈ കൃതം, ഈ ചെയ്തത് സുകൃതമാണ്, നല്ല കാര്യം തന്നെ. യാതൊന്നിൽ അഹോ ഏതത് ജഗത് സൃഷ്ട സുകൃതം ബദതേ കൃതം പ്രതിഷ്ഠിതാഃ, അതിൽ ക്രിയായസ്മിൻ സാഗമന്നമദാമഹേ, അതിൽ ആ ക്രിയകൾ പ്രതിഷ്ഠിക്കപ്പെട്ടു. അങ്ങനെ നമ്മൾ ഒരുമിച്ച് ആ അന്നത്തെ, ആ ഹവിർഭാഗത്തെ അനുഭവിച്ചു കൊള്ളാം.
അപ്പോൾ ആ മനുക്കളെ അവർ സൃഷ്ടിച്ചു, അവർക്ക് ആ പുരുഷദേഹം കൊടുത്തു. അങ്ങനെ അതുകൊണ്ട് അവർ നല്ല ക്രിയകളൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഒരുമിച്ച് ആ ഹവിർഭാഗത്തെ അനുഭവിച്ചു കൊള്ളാം എന്നുള്ളതാണ് പറയുന്നത്. അതിലത്തെ പദങ്ങൾ നോക്കാം. ഹേ ജഗൽ സൃഷ്ട, അല്ലയോ ലോകസൃഷ്ടാവേ, തേ ഏതത് അങ്ങയാൽ ഈ കൃതം ചെയ്യപ്പെട്ടത്, സുകൃതം അഹോബത നല്ല കാര്യം തന്നെ, യസ്മിൻ ഈ യാതൊന്നിൽ, ക്രിയാഹ ക്രിയകൾ, പ്രതിഷ്ഠിതാഹ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു, സാകം ഞങ്ങൾ ഒരുമിച്ച്, അന്നം ഹവിർഭാഗത്തെ, അദാമ അനുഭവിച്ചു കൊള്ളാം. ഒന്നും കൂടി പറയാം. ഹേ ജഗൽ സൃഷ്ട, അല്ലയോ ലോകസൃഷ്ടാവേ, തേ ഏതത് അങ്ങയാൽ ഈ, തേ ഏതത് അങ്ങയാൽ ഈ കൃതം ചെയ്യപ്പെട്ടത്, സുകൃതം അഹോബത നല്ല കാര്യം തന്നെ, യസ്മിൻ ഈ യാതൊന്നിൽ, ക്രിയാഹ ആ ക്രിയകൾ, പ്രതിഷ്ഠിതാഹ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു, സാകം ഞങ്ങൾ ഒരുമിച്ച്, അന്നം ആ ഹവിർഭാഗത്തെ, അദാമ അനുഭവിച്ചു കൊള്ളാം. ഇതിലത്തെ അന്വയം ഹേ ജഗൽ സൃഷ്ട തേ ഏതൽ കൃതം സുകൃതം അഹോബത യസ്മിൻ ക്രിയാഹ പ്രതിഷ്ഠിതാഃ സാകം അന്നം അദാമ. എന്നുകൂടി പറയാം. ഹേ ജഗൽ സൃഷ്ട തേ ഏതൽ കൃതം സുകൃതം അഹോബത യസ്മിൻ ക്രിയാഹ പ്രതിഷ്ഠിതാഃ സാകം അന്നം അദാമ. അല്ലയോ ജഗൽ സൃഷ്ടാവേ, അങ്ങയാൽ ഈ ചെയ്യപ്പെട്ടത് നല്ല കാര്യം തന്നെ, ഈ യാതൊന്നിൽ ക്രിയകൾ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾ ഒരുമിച്ച് ആ ഹവിർഭാഗത്തെ അനുഭവിച്ചു കൊള്ളാം. എന്നുകൂടി പറയാം. അല്ലയോ ലോകസൃഷ്ടാവേ, അങ്ങയാൽ ഈ കൃതം ചെയ്യപ്പെട്ടത് വളരെ നല്ല കാര്യം തന്നെ, ഈ യാതൊന്നിൽ ക്രിയകൾ പ്രതിഷ്ഠിക്കപ്പെട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആ ഹവിർഭാഗത്തെ, അന്നം ഹവിർഭാഗത്തെ അനുഭവിച്ചു കൊള്ളാം. അപ്പോൾ ജഗത് സൃഷ്ടാവേ, അങ്ങ് നിർവഹിച്ച ഈ സൃഷ്ടി വളരെ നന്നായിരിക്കുന്നു, അദ്ഭുതം തന്നെ. സ്വർഗാദി സാധനങ്ങളായിരിക്കുന്ന അഗ്നിഹോത്രാദികൾ ചേർന്ന ഈ ശരീരത്തിൽ ഞങ്ങളെല്ലാം ഒന്നിച്ചിരുന്ന് ആ ഹവിർഭാഗം അനുഭവിച്ചു കൊള്ളാം. സകല ജീവരാശികളുടെയും സമഷ്ടി രൂപമായിരിക്കുന്ന ബ്രഹ്മാവ് അവർക്ക് മനുക്കൾക്ക് ഉത്കൃഷ്ടമായ തൻ്റെ ആ രൂപത്തെ, ആ പുരുഷാകൃതിയെ നൽകിയപ്പോൾ അതിനു മുൻപേ ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട ദേവാദികൾ എല്ലാവരും ആ പുരുഷാകൃതിയിലുള്ള മനുക്കളെ കണ്ടിട്ട് അവരെ സൃഷ്ടിച്ച ആ ബ്രഹ്മാവിനെ സ്തുതിച്ചു. അങ്ങനെ ദേവന്മാർ ചെയ്തതായിട്ടുള്ള സ്തുതി. ഹേ ലോകത്തെ സൃഷ്ടിച്ച ഭഗവൻ, അങ്ങയുടെ ഈ സൃഷ്ടികർമ്മം, മനുക്കളുടെ സൃഷ്ടി എത്രയോ ശോഭനമായിരിക്കുന്നു, ആശ്ചര്യം തന്നെ. ഈ രൂപത്തിൽ പുരുഷ ശരീര സാധ്യങ്ങളായിരിക്കുന്ന സകല ക്രിയകളും ഉറപ്പിക്കപ്പെട്ടു. ഇവരാൽ ചെയ്യപ്പെടുന്ന യാഗാദി ക്രിയകളിൽ ഇവരോട് ചേർന്ന് ഞങ്ങളും വേഗം അനുഭവിച്ചു കൊള്ളാം. ഇതിലത്തെ വ്യാഖ്യാനം. ഹേ ബ്രഹ്മൻ, അസ്മിൻ സർഗേ ഈ സൃഷ്ടി, യജ്ഞാദിക്രിയാഹ സൃഷ്ടിയിൽ, അസ്മിൻ സൃഷ്ടി സർഗേ ഈ സൃഷ്ടിയിൽ, യജ്ഞാദിക്രിയാഹ പ്രതിഷ്ഠിത യജ്ഞാദികളാകുന്ന ക്രിയകളെ പ്രതിഷ്ഠിച്ച്, വയം ഞങ്ങൾ, സഹൈവാന്നം ഒരുമിച്ചിരുന്ന് ആ അന്നത്തെ, ഭക്ഷയാമഹേ ആ ഹവിർഭാഗം നമ്മൾ സ്വീകരിച്ചു കൊള്ളാം. ഹേ ബ്രഹ്മൻ, അസ്മിൻ സർഗേ യജ്ഞാദിക്രിയാ പ്രതിഷ്ഠിത വയം സഹൈവാന്നം ഭക്ഷയാമഹേ എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനം. ഇനി 52-ാമത്തെ. തപസാ വിദ്യയാ യുക്തോ യോഗേന സുസമാധിന ഋഷീകേശ സസർജാഭിമതാഃ പ്രജാഃ. തപസാ വിദ്യയാ യുക്തോ യോഗേന സുസമാധിന ഋഷീകേശ സസർജാഭിമതാഃ പ്രജാഃ. ഇന്ദ്രിയജയം കൈവരിച്ച ആൾ ഋഷീകേശൻ, കൈവരിച്ചവനും ഋഷി ആ വേദദ്രഷ്ടാവുമായിരിക്കുന്ന ആ ബ്രഹ്മാവ്. ഋഷീകേശ ഇന്ദ്രിയജയം കൈവരിച്ചവനും വേദദ്രഷ്ടാവും ആയിരിക്കുന്ന ആ ബ്രഹ്മാവ് തപസ്സോടും വിദ്യയോടും യോഗത്തോടും സമാധിയോടും ഒക്കെ യുക്തനായി ഭവിച്ചിട്ട്, എല്ലാം ചേർന്ന് ഭവിച്ച് തനിക്കിഷ്ടപ്പെട്ട പ്രജകളായിരിക്കുന്ന ആ ഋഷികളെ അവിടെ തപസാ വിദ്യയാ യുക്തോ യോഗേന സുസമാധിന ഋഷീകേശ സസർജാഭിമതാഃ പ്രജാഃ. അതിലത്തെ പദങ്ങൾ ഋഷീകേശ
ആ ഇന്ദ്രിയജയം കൈവരിച്ചവനും ഋഷിഹി വേദദ്രഷ്ടാവുമായിരിക്കുന്ന ബ്രഹ്മാവ് തപസ തപസ്സോടും വിദ്യയോടും യോഗേന യോഗാഭ്യാസത്തോടും സുസമാധിന സമാധിയോടും യുക്തഃ കൂടിയിട്ട് അഭിമതാഹ തനിക്ക് ഇഷ്ടപ്പെട്ട പ്രജാഹ ആ പ്രജകളായിരിക്കുന്ന ഋഷികളെ സസർജ സൃഷ്ടിച്ചു. ഇവിടെ ഋഷികേശ ഇന്ദ്രിയജയം സാധിച്ചവരും ഋഷിഹി വേദദ്രഷ്ടാവും ആയ ബ്രഹ്മാവ് തപസ തപസ്സോടും വിദ്യയോടും യോഗേന യോഗാഭ്യാസത്തോടും സുസമാധിന സമാധിയോടും യുക്തഃ കൂടിയായിട്ട് അഭിമതാഹ തനിക്കിഷ്ടപ്പെട്ട പ്രജകളായ ഋഷികളെ സസർജ സൃഷ്ടിച്ചു. അതിലത്തെ അന്വയം ഋഷികേശ ഋഷി തപസാ വിദ്യയാ യോഗേന സുസമാധിന യുക്തഃ അഭിമതാഹ പ്രജാ ഋഷീൻ സസർജ. ഋഷികേശ ഋഷി തപസാ വിദ്യയാ യോഗേന സുസമാധിന യുക്തഃ അഭിമതാഹ പ്രജാ ഋഷീൻ സസർജ. ഇന്ദ്രിയജയം കൈവരിച്ചവനും വേദദ്രഷ്ടാവുമായിരിക്കുന്ന ബ്രഹ്മാവ് തപസ്സോടും വിദ്യയോടും യോഗാഭ്യാസത്തോടും സമാധിയോടും കൂടിയായിട്ട് തനിക്കിഷ്ടപ്പെട്ട പ്രജകളായിരിക്കുന്ന ഋഷികളെ അവിടെ സൃഷ്ടിച്ചു. ഋഷികേശ ഋഷി തപസാ വിദ്യയാ യോഗേന സുസമാധിനാ യുക്ത അഭിമതാഹ പ്രജാഹ ഋഷീൻ സസർജ ഉള്ളതാണ് അന്വയം. ആ ഇന്ദ്രിയജയം കൈവരിച്ചവനും വേദദ്രഷ്ടാവുമായിരിക്കുന്ന ബ്രഹ്മാവ് തപസ്സോടും വിദ്യയോടും യോഗാഭ്യാസത്തോടും സമാധിയോടും കൂടിയവനായിട്ട് തനിക്കിഷ്ടപ്പെട്ട പ്രജകളായിരിക്കുന്ന ഋഷികളെ സൃഷ്ടിച്ചു. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ജിതേന്ദ്രിയനായിരിക്കുന്ന ബ്രഹ്മാവ് തപസ് ഉപാസന ആസനാദികൾ സമാധി എന്നിവയോടുകൂടി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രജകളായിരിക്കുന്ന ഋഷിമാരെ അവിടെ സൃഷ്ടിച്ചു. പിന്നെ ആ വേദത്തെ അറിഞ്ഞിരിക്കുന്ന ബ്രഹ്മദേവൻ ജ്ഞാനം കൊണ്ടും ഭഗവതുപാസന കൊണ്ടും യമനിയമാദികളായിരിക്കുന്ന 8 അംഗങ്ങളോട് കൂടിയിട്ടുള്ള ചിത്തനിഗ്രഹ രൂപാദികളായിട്ടുള്ള 8 അംഗങ്ങളോട് കൂടിയ ആ യോഗം കൊണ്ട് ഇന്ദ്രിയങ്ങളെ അടക്കിയിട്ട് ഭഗവാനിൽ തന്നെ ഉറച്ചിരിക്കുന്ന മനസ്സുകൊണ്ട് ഋഷികളെ സൃഷ്ടിച്ചു. അവർ ബ്രഹ്മാവിൻ്റെ പ്രജകൾ ആകുന്നു ആണ് അതിൽ പറയുക. അപ്പം അതിലത്തെ ആ വ്യാഖ്യാനം ഏകദാ ബ്രഹ്മ തപോയോഗ സമാധിഭിർ ഋഷീൻ സസർജ. അങ്ങനെ ആ ബ്രഹ്മാവ് തപസ് യോഗം സമാധി ഇവയോട് കൂടി ചേർന്ന് ആ ഋഷിമാരെ സൃഷ്ടിച്ചു. ഏകദാ ബ്രഹ്മ തപോയോഗ സമാധിഭിർ ഋഷീൻ സസർജ ഉള്ളതാണ് വ്യാഖ്യാനം. അപ്പൊ 53-ാമത്തെ ശ്ലോകം തേഭ്യശ്ചൈകൈകശസ്വസ്യ ദേഹസ്യാംശം അജാദജഃ യത്തത് സമാധിയോഗർധിർ തപോവിദ്യാ വിരക്തിമത്. തേഭ്യശ്ചൈകൈകശസ്വസ്യ ദേഹസ്യാംശമജാദ് അജഃ യത്തത് സമാധിയോഗർധിർ തപോവിദ്യാ വിരക്തിമത്. അപ്പം ആ ബ്രഹ്മാവ് അജഃ, ആ ബ്രഹ്മാവ് ദേഹസ്യാംശമദാത് അജഃ, ആ ബ്രഹ്മാവ് തേഭ്യ അവർക്ക് സ്വസ്യ സ്വന്തം ദേഹത്തിൻ്റെ ആ സമാധിയോഗ ഐശ്വര്യ തപസ് വിദ്യ വൈരാഗ്യം എന്നിവ അതിൻ്റെയൊക്കെ അംശത്തെ ഓരോന്നോരോന്നായിട്ട് അവർക്ക് ആ ഋഷിമാർക്ക് കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. തേഭ്യശ്ചൈകൈകശസ്വസ്യ സ്വന്തം ദേഹത്തിൻ്റെ ദേഹസ്യാംശമദാത് അജഃ സ്വന്തം ദേഹ അംശങ്ങളായിട്ടുള്ള യത്തത് ആ സമാധിയോഗർധി തപോ വിദ്യാവിരക്തിമത് തപസ് ഐശ്വര്യം യോഗം വിദ്യ വൈരാഗ്യം എന്നുള്ള ഗുണങ്ങളെയൊക്കെ ആ ഋഷിമാർക്ക് കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. അതിലത്തെ പദങ്ങൾ അജഹ ബ്രഹ്മാവ്, തേഭ്യ അവർക്ക്, സ്വസ്യദേഹസ്യ തൻ്റെ ദേഹത്തിൻ്റെ, സമാധിയോഗഋദ്ധി തപോ വിദ്യാവിരക്തിമത് സമാധി യോഗം ഐശ്വര്യം തപസ് വിദ്യ വൈരാഗ്യം എന്നിവ യത് ഏതോ തത് അംശം ആ അംശത്തെ ഏകൈകശഃ ഓരോന്നായി അദാത് ച കൊടുക്കുകയും ചെയ്തു. എന്നുകൂടി പറയാം.
അതിലത്തെ പദങ്ങൾ അജഹ ബ്രഹ്മാവ് തേഭ്യ അവർക്ക് സ്വസ്യ ദേഹസ്യ തൻ്റെ ദേഹത്തിൻ്റെ സമാധിയോഗഋദ്ധി തപോ വിദ്യാവിരക്തിമത് സമാധിയോഗം ഐശ്വര്യം തപസ് വിദ്യ വൈരാഗ്യം എന്നിവ യത് ഏതോ തത് അംശം ആ അംശത്തെ ഏകൈകശഃ ഓരോന്നോരോന്നായി അദാച്ച കൊടുക്കുകയും ചെയ്തു. അതിലത്തെ അന്വയം അജഹ തേഭ്യ സ്വസ്യ ദേഹസ്യ സമാധിയോഗഋദ്ധി തപോ വിദ്യാവിരക്തിമത് യത് തത് അംശം ഏകൈകശഃ അദാച്ച. എന്നുകൂടി പറയാം. അജഹ തേഭ്യ സ്വസ്യ ദേഹസ്യ സമാധിയോഗഋദ്ധി തപോ വിദ്യാവിരക്തിമത് യത് തത് അംശം ഏകൈകശഃ അദാച്ച. ബ്രഹ്മാവ് അവർക്ക് തൻ്റെ ദേഹത്തിൻ്റെ ആ സമാധിയോഗം ഐശ്വര്യം തപസ് വിദ്യ വൈരാഗ്യം എന്നിവ ഏതോ ആ അംശത്തെ ഓരോന്നായിട്ട് കൊടുക്കുകയും ചെയ്തു. ബ്രഹ്മാവ് അവർക്ക് തൻ്റെ ദേഹത്തിൻ്റെ ആ സമാധിയോഗം ഐശ്വര്യം തപസ് വിദ്യ വൈരാഗ്യം എന്നിവ ഏതോ ആ അംശത്തെ ഓരോന്നായി കൊടുക്കുകയും ചെയ്തു. യാതൊരു ശരീരം സമാധിയോഗം ഐശ്വര്യം തപസ് ഉപാസന വൈരാഗ്യം എന്നിവയോട് കൂടിയതാണോ ആ ശരീരത്തിൻ്റെ ഓരോ അംശത്തെ തന്നെ അവർക്കായിട്ട് നൽകി, ആ ഋഷിമാർക്കായിട്ട് നൽകി എന്നുള്ളതാണ്. ആ ഋഷികൾക്ക് ബ്രഹ്മദേവൻ അവരെ സൃഷ്ടിപ്പാനായി ഉപയോഗിച്ചതും സമാധി പര്യന്തമുള്ള ആ പ്രജകൾക്ക് വേണ്ടുന്ന ഗുണങ്ങൾ തികച്ചും അവരിലുണ്ടെന്നറിഞ്ഞ ബ്രഹ്മദേവൻ അവരുടെ സൃഷ്ടിയിൽ സന്തോഷിച്ചു എന്ന് സാരം. അങ്ങനെ ആ ഋഷികൾക്ക് ബ്രഹ്മദേവൻ അവരെ സൃഷ്ടിപ്പാനായി ഉപയോഗിച്ചതും സമാധി പര്യന്തമുള്ള യോഗം, അതിൻ്റെ ഫലമായിട്ടുള്ള അണിമാതി സിദ്ധികളാകുന്ന ഐശ്വര്യം, ജ്ഞാനം, ഉപാസന, വിരക്തി എന്നിവയുടെ ആ സമുദായമായിരിക്കുന്ന സ്വന്തം ദേഹത്തിൻ്റെ ഓരോ അംശത്തെ ഓരോരുത്തർക്കും കൊടുത്തു. അതുകൊണ്ട് അവരിൽ ചിലർ ജ്ഞാനികളായിട്ടും വേറെ ചിലർ യോഗികളായിട്ടും മറ്റു ചിലർ ഭക്തന്മാരായിട്ടും ഭവിച്ചു എന്ന് ധരിക്കണം. അതാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. തേഭ്യ ഏകൈകശഃ അവർക്ക് ഓരോന്നോരോന്നായി സമാധി യോഗ താപ ആദി സ്വദേഹസ്യാംശം ദദൗ തൻ്റെ ആ ശരീരത്തിൽ നിന്നും ആ സമാധി യോഗം തപസ് തുടങ്ങിയിട്ടുള്ള ഓരോരോ ഐശ്വര്യങ്ങളെ അവർക്ക് കൊടുത്തു എന്നർത്ഥം. തേഭ്യ ഏകൈകശഃ സമാധിയോഗ തപ ആദി സ്വദേഹസ്യാംശം ദദൗ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ സൃഷ്ടികർമ്മം വേണ്ടത്ര പുരോഗമിക്കാത്തതിനാൽ ആ ബ്രഹ്മാവ് തൻ്റെ സ്ഥൂല ശരീരത്തോടെ ചിന്താമഗ്നായിട്ട് ശയിച്ചു. അപ്പോൾ ക്രോധമുണ്ടായി, ആ ദേഹത്തെയും ത്യജിച്ചു. ബ്രഹ്മാവ് കിടന്നപ്പോൾ അഴിഞ്ഞ തലമുടിയിൽ നിന്നും സർപ്പങ്ങൾ, നാഗങ്ങൾ മുതലായ ഇഴജന്തുക്കൾ ഉണ്ടായി. ബ്രഹ്മാവിന് എപ്പോൾ മനസ്സിൽ കൃതാർത്ഥതാബോധം ഉടലെടുത്തുവോ അപ്പോൾ ആ മനസ്സാകുന്ന ദേഹം കൊണ്ട് ലോകരക്ഷയ്ക്ക് പ്രാപ്തന്മാരായിരിക്കുന്ന മനുക്കളെ സൃഷ്ടിച്ചു. അവർക്ക് തൻ്റെ പുരുഷാകൃതിയെ ദാനം ചെയ്തു. ആ ബ്രഹ്മാവിനാൽ ഇതിനു മുമ്പ് സൃഷ്ടിക്കപ്പെട്ടവർ ഇത് കണ്ടിട്ട് ബ്രഹ്മാവിനെ പ്രശംസിച്ചു. അങ്ങനെ ഇതിനുശേഷം ബ്രഹ്മാവ് തൻ്റെ തപശക്തി, വിദ്യ, യോഗശക്തി ഇത്യാദികളാൽ ഇന്ദ്രിയ നിഗ്രഹം കൈവരിച്ചിട്ടുള്ള ഋഷിഗണങ്ങളെ സൃഷ്ടിച്ചു. അവരെ സൃഷ്ടിക്കാൻ ഉപാധികളായിരുന്ന ജ്ഞാനം, യോഗം ഇത്യാദികൾ ആ ഋഷികൾക്ക് നൽകി. ചില ഋഷികൾക്ക് ജ്ഞാനം, ചില ഋഷികൾക്ക് യോഗം ഒക്കെ നൽകി. അങ്ങനെ ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയ സ്കന്ധേ വിംശോധ്യായ. ആ 20ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. അതിലത്തെ ശ്ലോകസംഖ്യ 53. ഇത്രയും ഭാഗങ്ങൾ നല്ലപോലെ പഠിച്ച് നാളെ അതിൻ്റെ സമർപ്പണം വേണം. മറ്റന്നാൾ തുടങ്ങി ബാക്കിയുള്ള ഭാഗങ്ങൾ. ഹരേ കൃഷ്ണ.